9 മെയ് 2013 മൊഹാലിയിൽ വെച്ച് രാജസ്ഥാൻ റോയൽസും കിങ്സ് 11 പഞ്ചാബുമായിട്ടുള്ള കളി നടക്കുകയാണ്. ടീമിൽ ശ്രീശാന്ത് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ബാറ്റിംഗ് കിട്ടുന്നത് കിങ്സ് 11 പഞ്ചാബിനാണ്. ശ്രീശാന്ത് തന്റെ ഫസ്റ്റ് ഓവർ എറിയുമ്പോഴത്തേക്ക് ആഡം ഗിൽക്രിസ്റ്റ് ആ ഓവറിൽ ഒരു 4 ഉൾപ്പെടെ 5 റൺസ് എടുക്കുന്നുണ്ട്. വളരെ ഡീസന്റ് ഒരു ഓവർ. പിന്നീട് അദ്ദേഹം തന്റെ രണ്ടാമത്തെ ഓവർ എറിയാൻ വരികയാണ്, തന്റെ ജീവിതം മാറ്റിമറിച്ച ഓവർ. അദ്ദേഹം വന്ന് കുറച്ച് സ്ട്രെച്ചൊക്കെ ചെയ്യുന്നുണ്ട്, മേലോട്ട് നോക്കി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. ഈ വാമപ്പ് സാധാരണയിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ടോ? ഒരു സംശയം. അദ്ദേഹത്തിന്റെ ടവല് അദ്ദേഹത്തിന്റെ സൈഡിൽ ചുരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബോൾ വളരെ ഡീസന്റ് ബോളായിരുന്നു. ഫേസ് ചെയ്യുന്നത് ഷോൺ മാർഷാണ്. അദ്ദേഹത്തിന് അത് ഡിഫെൻഡ് ചെയ്തിടാനേ പറ്റുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബോൾ വരുന്നുണ്ട്, അത് എഡ്ജ് അടിച്ച് 4 പോവുകയാണ്. അടുത്ത ബോൾ ഡോട്ട് ബോൾ. അടുത്ത ഡീസന്റ് ഒരു ഷോർട്ട് ബോളാണ്. മിസ് ഹിറ്റ് ചെയ്യുന്നു. ക്യാച്ച് പിടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ടും പക്ഷേ സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു. ഒരു സിംഗിൾ എടുത്തു. ഇപ്പം 4 ബോൾ കഴിഞ്ഞു. ഈ ഓവറിലാണ് 14 റൺസിന് മേലെ വിട്ടുകൊടുക്കേണ്ടത്. ആകപ്പാട് സ്കോർ ചെയ്തത് 5 റൺസാണ്. ഇപ്പോൾ സ്ട്രൈക്ക് ചെയ്യുന്നത് ആഡം ഗിൽക്രിസ്റ്റ്. അടുത്ത ബോൾ ഗിൽക്രിസ്റ്റ് 4 അടിക്കുകയാണ്. ഇപ്പോൾ 5 ബോളിൽ 9 റൺസ്. 14 റൺസിന് മേലെ കൊടുക്കണമെങ്കിൽ അവർക്ക് 6 അടിക്കണം, അല്ലെങ്കിൽ നോ ബോളോ വൈഡോ വല്ലതും അറിയണം. അടുത്ത ബോൾ ഒരു ഫുൾ ബോളാണ്. ഗിൽക്രിസ്റ്റ് കളിക്കുന്നത് സ്ട്രൈറ്റ് ആണ്. ബോൾ നേരെ 4 പോകുന്നു. ആ ഓവറിൽ കൊടുത്തത് 13 റൺസ്. തൻ്റെ നേരെ വരുന്ന ബോളിന് ഫ്രണ്ടിൽ നിന്ന് ശ്രീശാന്ത് കൈമാറ്റുന്നത് പോലെ തോന്നുന്നു. അതിനെപ്പറ്റി കമൻറ്റേറ്റർ പറയുന്നുണ്ട്. ഇതിൽ വളരെ അൺനാച്ചുറൽ ആയിട്ടൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ ത്രൂവിൽ ബോൾ വരുമ്പോഴത്തേക്ക് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കൈ മാറാവുന്നതാണ്. ഈ ഓവറിൽ ഒറ്റ വൈഡോ നോ ബോളോ എറിഞ്ഞില്ലെന്നും കൂടെ നോക്കണം. കളിയുടെ റിസൾട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 145 എടുക്കുന്നുണ്ട് കിങ്സ് 11 പഞ്ചാബ്. അത് പുട്ടുപോലെ ചേസ് ചെയ്ത് രാജസ്ഥാൻ റോയൽസ് ജയിക്കുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത കളി നടക്കുന്നത് മുംബൈയിലാണ്. അതിനായിട്ട് ശ്രീശാന്ത് ടീമിനോടൊപ്പം മുംബൈയിലെത്തുകയാണ്. അടുത്ത രാജസ്ഥാൻ റോയൽസിൻ്റെ കളിയിൽ ശ്രീശാന്ത് ടീമിലില്ല. അതേ മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം പിന്നീട് അറസ്റ്റിലാവുന്ന 2 രാജസ്ഥാൻ റോയൽസിൻ്റെ പ്ലെയേഴ്സും അന്ന് കളിക്കുന്നില്ല. അന്നത്തെ രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്ന രാഹുൽ ദ്രാവിഡിന് ഇവരുടെ ഇന്റഗ്രിറ്റിയിൽ സംശയം ഉള്ളതുകൊണ്ടാണ് കളിപ്പിക്കാത്തതെന്നാണ് പിന്നീട് നരേഷൻ വരുന്നത്. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. ഈ സമയം കൊണ്ട് ദില്ലി പോലീസ് ശ്രീശാന്തിനെതിരെ അവർക്ക് ആവശ്യമുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞിരുന്നു.